ബാക്ക് വിത്ത് മീയിലെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ നമ്മളെല്ലാവരും സെറ്റാക്കി എല്ലാവരും റിവൈസ് ചെയ്ത് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല, പുതിയൊരു ടോപ്പിക്കും തുടങ്ങിയായിരുന്നു. അതിൽ കേരള നവോത്ഥാനമായിരുന്നു രണ്ടാമതെടുത്ത ടോപ്പിക്ക്. ആദ്യം നമ്മൾ കുമാരഗുരുദേവനെ കുറിച്ച് പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ് കേട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ അവരുടെ ഒരു ശ്രദ്ധയ്ക്കായിട്ടൊന്ന് പറയുകയാണ്. 2027 വരാൻ പോകുന്ന LP-UP എക്സാമിലേക്ക് നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണ്. അതിനെന്തോണം കുറേ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യമേ ആ ക്ലാസ്സുകൾ പോയി കാണുക. കണ്ടിട്ട് കറക്റ്റ് ഓർഡറിൽ ഒന്ന് ഫോളോ ചെയ്ത് വരിക. പിന്നെ ഒരു വട്ടം കണ്ട് യൂസ്ഫുൾ ആയും തോന്നി അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ ചാനലിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പഠിച്ചു പോകാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. ആ രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നോടൊപ്പം നിങ്ങൾ അന്നേരം തന്നെ പഠിച്ചു പോവുക. അതിൻ്റെ എന്നോട് ഞാൻ ഒരു കാര്യം തന്നെ പലവട്ടം പറയുന്നുണ്ട്, പലവട്ടം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതൊക്കെ അരോചകമായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ക്ലാസ് കാണണമെന്നില്ല, സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അതല്ല ക്ലാസ് കാണണം പക്ഷേ അത്രത്തോളം അങ്ങ് റിപ്പീറ്റ് അടിച്ച് കേൾക്കേണ്ട എന്നുള്ളവരാണെങ്കിൽ പ്ലേ ബാക്ക് സ്പീഡ് അറിയാമല്ലോ, 2x കേട്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ എന്ന് പറയാൻ പോകുന്നത് വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ്. എന്താണ്, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. വി.ടി. ഭട്ടതിരിപ്പാട് 1896 മാർച്ച് 26 പാലക്കാട് ജില്ലയിലെ മേഴത്തൂരിൽ ജനിച്ചു. പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാട്, മാതാവ് ശ്രീദേവി അന്തർജനം. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ തായ് വഴിയിൽപ്പെട്ട വ്യക്തിയാണ് വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹം മരണമടഞ്ഞ വർഷം 1982 ഫെബ്രുവരി 12. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, ആർക്കൊന്നും മനസ്സിലായെന്ന് എനിക്കറിയാം. 1896 മാർച്ച് 26 പാലക്കാട് ജില്ലയിലെ മേഴത്തൂരിൽ ജനിച്ചു. പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാട്, മാതാവ് ശ്രീദേവി അന്തർജനം. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം ചോദിക്കുകയാണെങ്കിൽ വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. ഓർക്കുക, വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ തായ് വഴിയിൽപ്പെട്ട വ്യക്തിയാണ് വി.ടി. ഭട്ടതിരിപ്പാട്. മരണമടഞ്ഞത് 1982 ഫെബ്രുവരി 12. ഒന്നും കൂടെ ഉറക്കെ എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്നോടൊപ്പം. 1896 മാർച്ച് 26 പാലക്കാട് ജില്ലയിലെ മേഴത്തൂരിൽ ജനിച്ചു. പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാട്, മാതാവ് ശ്രീദേവി അന്തർജനം. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ തായ് വഴിയിൽപ്പെട്ട വ്യക്തിയാണ് വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹം മരണമടഞ്ഞത് 1982 ഫെബ്രുവരി 12. എൻ്റെ മക്കളെ മനസ്സിലായോ? ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടെ പറയാം, എന്നോടൊപ്പം എല്ലാവരും പഠിച്ചു പോവുക. 1896 മാർച്ച് 26 എവിടാണ് ജനിച്ചത് മക്കളെ? ഉറക്കെ പറഞ്ഞേ. അതെ, പാലക്കാട് ജില്ലയിലെ മേഴത്തൂരിൽ ജനിച്ചു. പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാട്. മാതാവാരാണ് കുഞ്ഞുങ്ങളെ? മാതാവാരാണ്? അതെ, ശ്രീദേവി അന്തർജനം. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം ആരാണ്? പൂർണ്ണമായ നാമം എന്താണ്? ഉറക്കെ പറഞ്ഞേ. ഇടയ്ക്കെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഇച്ചിരി സംശയം വരുന്നൊരു പേരാണ്. ഒന്നും കൂടെ നമുക്ക് ഉറക്കെ പറയാം. വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. ഒന്നും കൂടെ പറഞ്ഞേ. വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. ഒന്നും കൂടെ. വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. ഒരിക്കൽ കൂടെ നമുക്ക് പറയാം. വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. പൂർണ്ണമായ നാമം എല്ലാവർക്കും സെറ്റായില്ലേ മക്കളെ? ഇനി മേഴത്തൂർ എന്ന അഗ്നിഹോത്രിയുടെ തായ് വഴിയിൽപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. 2022 LPSC എക്സാമിന്, LP ആണോ UP ആണോ എക്സാമിൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ അതിനകത്ത് സ്റ്റേറ്റ്മെന്റിനകത്ത് ഉൾപ്പെട്ടത് ഒരു സെന്റൻസ് ആയിരുന്നു ഇത്. അപ്പോൾ ഇത് ഓർത്തു വയ്ക്കുക. ഇനി അദ്ദേഹം മരണമടഞ്ഞത് എന്നാണ്? 1982 ഫെബ്രുവരി 12. എല്ലാവരും സെറ്റാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ ഉടനെ പോസ് ചെയ്യുക.
വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മ നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായ സെന്റൻസിൽ എഴുതിയെടുക്കുക. എല്ലാവരും എഴുതിയെടുത്തതിന് ശേഷം മാത്രം ഓൺ ആക്കുക. ഓക്കെ, അപ്പം ഞാൻ അടുത്ത പോയിന്റ് പറഞ്ഞു പോകും, പക്ഷെ നിങ്ങൾ ഇവിടെ വെച്ച് പോസ്റ്റ് ചെയ്ത് നോട്ട് എഴുതിയെടുക്കുക. എന്നോടൊപ്പം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ കാര്യങ്ങൾ മറന്നു പോകത്തില്ല. അപ്പോൾ പോസ്റ്റ് ചെയ്ത് വെച്ച് നോട്ട് എഴുതുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത പോയിന്റിലോട്ട് പോവുകയാണ്. വി.ടി. ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് യോഗക്ഷേമ സഭ. അപ്പോൾ യോഗക്ഷേമ സഭ ആരുടെ സംഘടനയാണ്? വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെയാണ്. 1908 സ്ഥാപിതമായത്. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് കേട്ടോ. യോഗക്ഷേമ സഭയുടെ സ്ഥാപകനും അതിലെ പ്രധാന പ്രവർത്തകനും ആര് തന്നെയായിരുന്നു? വി.ടി. ഭട്ടതിരിപ്പാട് തന്നെയായിരുന്നു. ശ്രദ്ധിക്കുക, യോഗക്ഷേമ സഭയുടെ സ്ഥാപകനും അതിലെ പ്രധാന പ്രവർത്തകനും തന്നെയായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട് ആയിരുന്നു. ഇനി യോഗക്ഷേമ സഭയ്ക്ക് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എന്താണ് ആ മുദ്രാവാക്യം? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്തായിരുന്നു മക്കളെ? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന വേദി എവിടാണെന്ന് ചോദിച്ചാൽ ആലുവയിലാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടാണ് മക്കളെ? ആലുവയിൽ വെച്ചായിരുന്നു. യോഗക്ഷേമ സഭയ്ക്ക് ഒരു മൗത്ത് പീസ് ഉണ്ട്. എന്താണ് മൗത്ത് പീസ് എന്ന് പറഞ്ഞാൽ? മുഖപത്രം. യോഗക്ഷേമ സഭയുടെ മൗത്ത് പീസ് ആണ് മംഗളോദയം. ശ്രദ്ധിക്കുക, യോഗക്ഷേമ സഭയുടെ മൗത്ത് പീസ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് മക്കളെ? മംഗളോദയം. മംഗളോദയം 2 മാസികകൾ കൂടി പുറത്തിറക്കിയിരുന്നു. ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമം എന്ന് പറയുന്ന 2 മാസികകളാണ് മംഗളോദയം പുറത്തിറക്കിയത്. അപ്പോൾ യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. മംഗളോദയം പുറത്തിറക്കിയ 2 മാസികകളാണ് ഉണ്ണി നമ്പൂതിരിയും അതുപോലെ തന്നെ യോഗക്ഷേമവും. ഇനി യോഗക്ഷേമ സഭ ഒരു പ്രമേയം പാസാക്കിയിരുന്നു. എന്താണ് ആ പ്രമേയം? വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കി. ഏറ്റവും നല്ല കാര്യമാണ് യോഗക്ഷേമ സഭ നടത്തിയത്. വിധവ പുനർവിവാഹ നിയമം എവിടെ വെച്ച് ഏത് സമ്മേളനത്തിലാണ് പാസാക്കിയെന്ന് ചോദിച്ചാൽ പേരമംഗലം സമ്മേളനം 1933 പാസാക്കിയത്. ശ്രദ്ധിക്കുക, യോഗക്ഷേമ സഭ പാസാക്കിയ ഒരു പ്രമേയം ഉണ്ടായിരുന്നു. എന്തായിരുന്നു മക്കളെ? വിധവ പുനർവിവാഹ പ്രമേയം. ഏത് വർഷമാണ് പാസാക്കിയത്? 1933. ഏത് സമ്മേളനത്തിൽ വെച്ച്? പേരമംഗലം സമ്മേളനത്തിൽ വെച്ചായിരുന്നു പാസാക്കിയത്. ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേൾക്കാം. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനും അതുപോലെ തന്നെ സ്ഥാപകനും ആര് തന്നെയായിരുന്നു? വി.ടി. ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ് മക്കളെ? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ആലുവയിൽ വെച്ച്. ലോകക്ഷേമ സഭയുടെ മുഖപത്രം എന്തായിരുന്നു മക്കളെ? മുഖപത്രം മംഗളോദയം. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആരാണ്? ചങ്ങമ്പുഴ. പോയിന്റ് നേരത്തെ പറയാൻ വിട്ടുപോയി. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആരാണ് മക്കളെ? ചങ്ങമ്പുഴയായിരുന്നു. ഇനി മംഗളോദയം പുറത്തിറക്കിയ 2 മാസികകൾ ഉണ്ടായിരുന്നു. ആ മാസികകളായിരുന്നു ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും. ഇനി യോഗക്ഷേമ സഭ ഒരു പ്രമേയം പാസാക്കിയിരുന്നു. എന്താണായിരുന്നു ആ പ്രമേയം? വിധവ പുനർവിവാഹ പ്രമേയം. 1933 പേരമംഗലം സമ്മേളനത്തിൽ വെച്ചാണ് അത് പാസാക്കിയത്. ഒന്നും കൂടെ നമുക്ക് പറയാം. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായത്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനും സ്ഥാപകനും ആര് തന്നെയായിരുന്നു? വി.ടി. ഭട്ടതിരിപ്പാടായിരുന്നു. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ആലുവയിൽ വെച്ചായിരുന്നു. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്തായിരുന്നു? മംഗളോദയം. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു മക്കളെ? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. മംഗളോദയം പുറത്തിറക്കിയ 2 മാസികകൾ ഏതായിരുന്നു മക്കളെ? ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും. മറക്കരുത്, ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമം. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആരെന്ന് ചോദിച്ചാൽ ചങ്ങമ്പുഴയാണ്. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആരെന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? ചങ്ങമ്പുഴയാണ്. ശ്രദ്ധിക്കുക. ഇനി യോഗക്ഷേമ സഭ ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ഏത് പ്രമേയമായിരുന്നു യോഗക്ഷേമ സഭ പാസാക്കിയത്? ഓർത്തെ, ഏത് പ്രമേയമായിരുന്നു? വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കി. 1933 പേരമംഗലം സമ്മേളനത്തിൽ വെച്ചാണ് പാസാക്കിയത്. ഒരിക്കൽ കൂടി എന്നോടൊപ്പം പറഞ്ഞു പൊക്കോളൂ. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായത്. യോഗക്ഷേമ സഭയുടെ സ്ഥാപകനും പ്രധാന പ്രവർത്തകനും ആര് തന്നെയായിരുന്നു? വി.ടി. ഭട്ടതിരിപ്പാടായിരുന്നു. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടായിരുന്നു? ആലുവയിൽ വെച്ചായിരുന്നു. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ് മക്കളെ? ഉറക്കെ പറഞ്ഞേ. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു.
യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്തായിരുന്നു? മുഖപത്രത്തിന്റെ പേരായിരുന്നു മംഗളോദയം. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആരാണ് മക്കളെ? ശ്രദ്ധിച്ചു കേൾക്കുക. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴയായിരുന്നു. മംഗളോദയം 2 മാസികകൾ കൂടി പുറത്തിറക്കിയിരുന്നു. എന്തായിരുന്നു? ഉണ്ണി നമ്പൂതിരിയും അതുപോലെ തന്നെ യോഗക്ഷേമവും. ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം. ഇനി യോഗക്ഷേമ സഭ ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ഏത് പ്രമേയമായിരുന്നു മക്കളെ? ഉറക്കെ പറഞ്ഞ ഏത് പ്രമേയമായിരുന്നു? അതെ, വിധവ പുനർവിവാഹ പ്രമേയമായിരുന്നു. 1933 പേരമംഗലം സമ്മേളനത്തിൽ വെച്ചാണ് പാസാക്കിയത്. ഒരിക്കൽ കൂടി എല്ലാവരും എന്നോട് ഒപ്പം പറഞ്ഞു പോകുക. 1908 VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച സംഘടനയാണ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയുടെ സ്ഥാപകനും പ്രധാന പ്രവർത്തകനും ആര് തന്നെയായിരുന്നു? VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്തായിരുന്നു മക്കളെ? അതെ, നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ആലുവയിൽ വെച്ച്. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇനി യോഗക്ഷേമ സഭയുടെ മുഖപത്രം അല്ലെങ്കിൽ മൗത്ത് പീസ് എന്തായിരുന്നു മക്കളെ? മുഖപത്രം ഏതായിരുന്നു? അതെ, കറക്റ്റ്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ. മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതായിരുന്നു മക്കളെ? മംഗളോദയം. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആരാണ് മക്കളെ? മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ഉറക്കെ പറയൂ. ചങ്ങമ്പുഴ. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആരാണ്? ചങ്ങമ്പുഴ. ഇനി മംഗളോദയം 2 മാസികകൾ കൂടി പുറത്തിറക്കിയിരുന്നു. ഏതൊക്കെയായിരുന്നു മക്കളെ ആ 2 മാസികകൾ? ഉറക്കെ പറഞ്ഞോളൂ. ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും. ഇനി അടുത്തത്, യോഗക്ഷേമ സഭ ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ഏത് പ്രമേയമായിരുന്നു? അതെ, വിധവ പുനർവിവാഹ പ്രമേയം. ഏത് വർഷം? 1933. ഏത് സമ്മേളനത്തിൽ വെച്ചാണ് വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കിയത്? ഏത് സമ്മേളനത്തിൽ വെച്ചായിരുന്നു മക്കളെ? ഏത് സമ്മേളനത്തിൽ വെച്ചായിരുന്നു? അതെ, പേരമംഗലം സമ്മേളനം. അപ്പൊ യോഗക്ഷേമ സഭ എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും വന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പോസ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കിക്കോളൂ. പോസ് ചെയ്ത് വെച്ച് തയ്യാറാക്കിക്കോളൂ. ഞാൻ അടുത്ത പോയിന്റ്സിലോട്ട് പോകും. പക്ഷെ അതിനു മുമ്പ് ഇത് എഴുതിയതിനു ശേഷം മാത്രം ഓണാക്കിയിട്ട് അങ്ങോട്ട് എന്നോടൊപ്പം വരിക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് കിടക്കാം. യോഗക്ഷേമ സഭ മാത്രമല്ല VT സ്ഥാപിച്ച സംഘടനകൾ, അദ്ദേഹം വേറെയും സംഘടനകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പൂതിരി യുവജന സംഘം. നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ചത് ആരാണ്? നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന 1919 VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചത്. നമ്പൂതിരി യുവജന സംഘം ആരുടെയെന്ന് ചോദിച്ചാൽ VTയുടെ തന്നെയാണ്. ഏത് വർഷമാണ് സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ 1919. കൂടാതെ മറ്റു 2 സംഘടനകൾ കൂടിയുണ്ട്. അന്തർജന സമാജം, ബഹുമത സമൂഹം. അപ്പോൾ 3 സംഘടനകൾ കൂടി അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. നമ്പൂതിരി യുവജന സംഘം ഏത് വർഷമായിരുന്നു? 1919. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ചു 1919. പിന്നെ അടുത്തത് ഏതൊക്കെയായിരുന്നു? അന്തർജന സമാജം, അതുപോലെ തന്നെ ബഹുമത സമൂഹം. 3 ഓർത്തു വെക്കുക. നമ്പൂതിരി യുവജന സംഘം 1919 സ്ഥാപിച്ചത്. മറ്റ് 2 സംഘടനകൾ ഏതായിരുന്നു? അന്തർജന സമാജവും ബഹുമത സമൂഹവുമായിരുന്നു. ഓർത്തു വെക്കുക. നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ചു 1919. അടുത്തത് അന്തർജന സമാജം, അതുപോലെ തന്നെ ബഹുമത സമൂഹം. ഓർത്തോർത്ത് വെക്കുക. പോയിന്റ്സ് നോട്ട് ചെയ്ത് പോവുക. പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഏതൊക്കെ സംഘടനകളാണെന്ന് ബാക്കി നോട്ട് എഴുതി പോവുക കേട്ടോ. അടുത്ത പോയിന്റ്സിലോട്ട് നമുക്ക് പോവാം. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായ അംഗമായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ VT ഭട്ടതിരിപ്പാടാണ്. നമ്മൾ നേരത്തെ 1933 യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയെന്ന് പറഞ്ഞല്ലേ? ഏതായിരുന്നു? വിധവാ പുനർവിവാഹ പ്രമേയമായിരുന്നു പാസ്സാക്കിയത്. അപ്പോൾ വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, നമ്പൂതിരി സമുദായ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ VT ഭട്ടതിരിപ്പാടാണ്. അങ്ങനെ ആദ്യ വിധവാ വിവാഹം നടത്തിയത് ആരൊക്കെ തമ്മിലാണ് നമുക്ക് നോക്കാം. ഉമാ അന്തർജനവും MR ഭട്ടതിരിപ്പാടുമായിരുന്നു. ശ്രദ്ധിക്കുക, ഉമാ അന്തർജനവും MR ഭട്ടതിരിപ്പാടും ആയിരുന്നു. മറന്നു പോകരുത്. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച ആദ്യത്തെ നമ്പൂതിരി സമുദായ അംഗമായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ആരൊക്കെ തമ്മിലായിരുന്നു മക്കളെ? ഉമാ അന്തർജനവും അതുപോലെ തന്നെ MR ഭട്ടതിരിപ്പാടുമായിട്ടു. ഒന്നും കൂടെ ഓർക്കുക. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായ അംഗമായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു മക്കളെ? VT ഭട്ടതിരിപ്പാട്. ആരൊക്കെ തമ്മിലായിരുന്നു വിവാഹം കഴിച്ചത്? ഉമാ അന്തർജനവും അതുപോലെ തന്നെ
ആരായിരുന്നു? എം.ആർ. ഭട്ടതിരിപ്പാടുമായിരുന്നു. അതുമാത്രമല്ല, ബ്രാഹ്മണ സമുദായത്തിൽ ആദ്യം മിശ്രവിവാഹം നടത്തിയത് വി.ടി. ഭട്ടതിരിപ്പാടായിരുന്നു. സ്വന്തം സഹോദരിയെ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട മറ്റൊരു വ്യക്തിയുമായിട്ടായിരുന്നു മിശ്രവിവാഹം നടത്തിയത്. ശ്രദ്ധിക്കുക, ബ്രാഹ്മണ സമുദായത്തിൽ ആദ്യം മിശ്രവിവാഹം നടത്തിയ നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ വി.ടി. ഭട്ടതിരിപ്പാട്. ആദ്യം മിശ്രവിവാഹം നടത്തിയ നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാലും വി.ടി. ഭട്ടതിരിപ്പാടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? വിധവാ വിവാഹത്തിന് നേതൃത്വം നൽകിയ നമ്പൂതിരി സമുദായ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാലും നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാലും വി.ടി. ഭട്ടതിരിപ്പാടാണ്. കേരളത്തിൽ ആദ്യ വിധവാ വിവാഹം നടത്തിക്കൊടുത്ത നവോത്ഥാന നായകനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യം മിശ്രവിവാഹത്തിന് നേതൃത്വം നൽകി നടത്തിക്കൊടുത്ത വ്യക്തിയായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. ഓർത്തു വയ്ക്കുക. മിശ്രവിവാഹം ആരൊക്കെ തമ്മിലായിരുന്നു? സ്വന്തം സഹോദരിയും അതുപോലെ തന്നെ ക്രിസ്തു മതത്തിൽപ്പെട്ട വേറൊരു വ്യക്തിയും തമ്മിലായിരുന്നു. അതുപോലെ തന്നെ വിധവാ വിവാഹം ആരൊക്കെ തമ്മിലായിരുന്നു? ഉമാ അന്തർജനവും എം.ആർ. ഭട്ടതിരിപ്പാടുമായിട്ടായിരുന്നു. പോയിന്റുകൾ നോട്ട് ചെയ്ത് പോവുക. അടുത്ത പോയിന്റ്സിലൂടെ നമുക്ക് പോവാം. സ്ത്രീധന സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. അതുമാത്രമല്ല, പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്നത് ശക്തമായി എതിർത്ത നവോത്ഥാന നായകൻ കൂടിയായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. അതുകൊണ്ടാണ് എല്ലാവരും വിധവകളായി മാറുന്നത് അല്ലേ? പണ്ട് കാലങ്ങളിൽ വളരെ കുഞ്ഞു കുട്ടികളെ കൊണ്ട് പ്രായമേറിയ വല്ല അപ്പൂപ്പന്മാരെ കൊണ്ടൊക്കെ വിവാഹം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതികളിലേക്ക് എതിർത്ത നവോത്ഥാന നായകനായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. ഒന്നും കൂടെ നമുക്കൊന്ന് സോർട്ട് ചെയ്ത് പറയാം. എന്തായിരുന്നു? കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിക്കൊടുത്ത നവോത്ഥാന നായകൻ ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹം ഏത് സമുദായത്തിൽ അംഗമായിരുന്നു? നമ്പൂതിരി സമുദായ അംഗമായിരുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു ആദ്യത്തെ വിധവാ വിവാഹം നടത്തിയത്? എം.ആർ. ഭട്ടതിരിപ്പാടും ഉമാ അന്തർജനവുമായിട്ടായിരുന്നു. പിന്നെ ബ്രാഹ്മണ സമുദായത്തിൽ ആദ്യ മിശ്രവിവാഹം നടത്തിക്കൊടുത്തതും ആര് തന്നെയായിരുന്നു മക്കളെ? വി.ടി. ഭട്ടതിരിപ്പാടായിരുന്നു. കേരളത്തിൽ ആദ്യം മിശ്രവിവാഹം നടത്തിയ നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാലും വി.ടി. ഭട്ടതിരിപ്പാടായിരുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു? സ്വന്തം സഹോദരിയെ കൊണ്ട് വേറെ ക്രിസ്തു മതത്തിൽപ്പെട്ട വ്യക്തിയുമായിട്ടായിരുന്നു വിവാഹം കഴിപ്പിച്ചത്. ഇനി സ്ത്രീധന സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകൻ ആരായിരുന്നു മക്കളെ? സ്ത്രീധന സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകന് വി.ടി. ഭട്ടതിരിപ്പാടായിരുന്നു. പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയും ശക്തമായി എതിർത്ത നവോത്ഥാന നായകൻ ആരായിരുന്നു? വി.ടി. ഭട്ടതിരിപ്പാടായിരുന്നു. എല്ലാവരും പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. നമുക്ക് അടുത്ത പോയിന്റ്സിലോട്ട് കടക്കാം. അക്ഷരാഭ്യാസത്തിന്റെ തുടക്കത്തിൽ മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ടുവന്ന് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. ശ്രദ്ധിക്കുക, അക്ഷരാഭ്യാസത്തിന്റെ തുടക്കത്തിൽ മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ടുവന്ന് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. ശ്രദ്ധിക്കുക, അക്ഷരാഭ്യാസത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ട് ആണ് വായനയുടെ ലോകത്തേക്ക് അദ്ദേഹം കടന്നത്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചേക്കുക. അക്ഷരാഭ്യാസത്തിന്റെ തുടക്കത്തിൽ മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനായിരുന്നു ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുക. അക്ഷരാഭ്യാസത്തിന്റെ തുടക്കത്തിൽ മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകൻ ആരാണ് മക്കളെ? ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. ഏത് പദം വായിച്ചു കൊണ്ടുവന്നാണ് വി.ടി. ഭട്ടതിരിപ്പാട് വായനയുടെ ലോകത്തേക്ക് കടന്നത്? മാന്മാർക്ക് കുട. ഓർത്തു വെക്കണേ, മാന്മാർക്ക് കുട എന്ന പദം വായിച്ചു കൊണ്ടുവന്നാണ് വായനയുടെ ലോകത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട് കടന്നത്. അങ്ങനെ നമ്മുടെ വി.ടി. ഭട്ടതിരിപ്പാട് 1931 ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നു. 1931 യാത്ര അറിയപ്പെടുന്ന പേരായിരുന്നു യാചനയാത്ര. ആർക്ക് വേണ്ടിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചതെന്ന് വെച്ചാൽ കേരളത്തിലെ ദരിദ്രരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നടത്തിയ യാത്രയായിരുന്നു യാചനയാത്ര. എന്തായിരുന്നു? കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എവിടെ മുതൽ എവിടെ വരെ നടത്തിയ യാത്രയായിരുന്നു? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നടത്തിയ യാത്രയാണ് യാചനയാത്ര. ഏത് വർഷമാണ്? 1931. ആരാണ് യാചനയാത്ര നടത്തിയെന്ന് ചോദിച്ചാൽ വി.ടി. ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നടത്തിയ യാത്രയാണ് യാചനയാത്ര. ഓർത്തോർത്ത് വെക്കണ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? കേരളത്തിലെ ദരിദ്രരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നടത്തിയ യാത്രയാണ് യാചനയാത്ര. യാചനയാത്രയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? വി.ടി. ഭട്ടതിരിപ്പാട് ആണ്. എന്നാണ് യാചനയാത്ര നടത്തിയത്? 1931. എത്ര ദിവസം നീണ്ട യാത്രയായിരുന്നു മക്കളെ? 7 ദിവസം നീണ്ട യാത്രയായിരുന്നു. എത്ര ദിവസമായിരുന്നു? 7 ദിവസം നീണ്ട യാത്രയായിരുന്നു യാചനയാത്ര.
അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. കേരളത്തിലെ ദരിദ്രരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം നീണ്ട ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നു. അതായിരുന്നു യാചന യാത്ര. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1931. യാചന യാത്ര സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു മക്കളെ? ആരായിരുന്നു? വി.ടി. ഭട്ടതിരിപ്പാടായിരുന്നു അല്ലേ? ആർക്ക് വേണ്ടിയായിരുന്നു? കേരളത്തിലെ ദരിദ്രരായ കുട്ടികൾക്ക് വേണ്ടി. എന്തിനു വേണ്ടി? അവർക്ക് പഠിക്കാൻ സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി. എത്ര ദിവസം നീണ്ട യാത്രയായിരുന്നു? 7 ദിവസം. എവിടം മുതൽ എവിടെ വരെയായിരുന്നു? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ. ഏത് വർഷമായിരുന്നു യാചനയാത്ര സംഘടിപ്പിച്ചത്? 1931. ഏത് നവോത്ഥാന നായകനായിരുന്നു യാത്ര സംഘടിപ്പിച്ചത് മക്കളെ? എന്നോടൊപ്പം ആൻസർ പറഞ്ഞു പോണേ. വി.ടി. ഭട്ടതിരിപ്പാട്. അപ്പോൾ പോസ്റ്റ് ചെയ്ത് വെച്ച് യാചനയാത്രയെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുത്തേ. യാചനയാത്ര എല്ലാവരും എഴുതി കഴിഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കാൽനട പ്രചരണ ജാഥയായിരുന്നു കേട്ടോ യാചനയാത്ര. അതിൽ പറയാൻ വിട്ടുപോയി. കാൽനടയായിട്ടാണ് അവരുടെ യാത്ര നടത്തിയിരുന്നത്. കാൽനട പ്രചരണ ജാഥയായിരുന്നു യാചനയാത്ര. അതും കൂടെ ആ പോയിന്റും കൂടെ അതിലൊന്ന് കൂട്ടിച്ചേർക്കണം കേട്ടോ. ഇനി അദ്ദേഹം 1931 നമ്മൾ യാചനയാത്ര നടത്തിയെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹം 1935 ഒരു കോളനി സ്ഥാപിച്ചു. ആ കോളനിയുടെ പേരാണ് കൊടുമുണ്ട കോളനി. ശ്രദ്ധിച്ചേക്കുക, കൊടുമുണ്ട കോളനി. എന്താണ്? കൊടുമുണ്ട കോളനി. നാനാജാതിയിൽപ്പെട്ട ആളുകൾക്കും താമസിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച കോളനിയാണ് കൊടുമുണ്ട കോളനി എന്ന് പറയുന്നത്. എന്താണ്? എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും താമസിക്കുന്നതിന് വേണ്ടി 1935 വി.ടി. ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച കോളനിയാണ് കൊടുമുണ്ട കോളനി. നാനാജാതിയിൽപ്പെട്ട ആളുകൾക്ക് വസിക്കുന്നതിന് വേണ്ടി വി.ടി. ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച കോളനി ഏതെന്ന് ചോദിച്ചാൽ കൊടുമുണ്ട കോളനി. ഏത് വർഷം? 1935. കൊടുമുണ്ട കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ് മക്കളെ? വി.ടി. ഭട്ടതിരിപ്പാട്. ഏത് വർഷമാണ്? 1935. അപ്പോൾ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും വസിക്കുന്നതിനു വേണ്ടി കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? വി.ടി. ഭട്ടതിരിപ്പാടാണ്. ആ കോളനിയുടെ പേരെന്തായിരുന്നു? കൊടുമുണ്ട കോളനി ആയിരുന്നു. ഏത് വർഷമാണ് കൊടുമുണ്ട കോളനി സ്ഥാപിച്ചത്? 1935. എല്ലാവരും കൊടുമുണ്ട കോളനിയെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതിക്കുക, വേഗം ആവട്ടെ. കൂടാതെ അദ്ദേഹം കുടുംബമുറിക്കൽ, അതുപോലെ തന്നെ അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, പൂണൂൽ ദഹനം, മിശ്രഭോജനം തുടങ്ങിയ സാമൂഹ്യ പരിഷ്കരണങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കരണങ്ങൾ എന്തൊക്കെയായിരുന്നു? കുടുംബമുറിക്കൽ, പൂണൂൽ ദഹനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, അതുപോലെ തന്നെ മിശ്രഭോജനം. എന്തൊക്കെയാണ് മക്കളെ? ഒന്നുകൂടെ പറഞ്ഞേ. കുടുംബമുറിക്കൽ, പൂണൂൽ ദഹനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, അതുപോലെ തന്നെ വേറെന്തായിരുന്നു? മിശ്രഭോജനം. ഒരിക്കൽ കൂടെ പറയാം. കുടുംബമുറിക്കൽ, പൂണൂൽ ദഹനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം. അത് മാത്രമല്ല പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. ഏതായിരുന്നു? മിശ്രഭോജനം. എന്നോടൊപ്പം പറയാ. ഏതൊക്കെ സാമൂഹ്യ പരിഷ്കരണങ്ങളായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകിയത്? കുടുംബമുറിക്കൽ, പൂണൂൽ ദഹനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം. പോയിന്റ്സ് നോട്ട് ചെയ്തേക്കണേ. പോസ്റ്റ് ചെയ്ത് വെച്ച് ഏതൊക്കെ സാമൂഹ്യ പരിഷ്കരണങ്ങളാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏതൊക്കെയായിരുന്നു? ഒന്നും കൂടെ. ഏതൊക്കെയായിരുന്നു? കുടുംബമുറിക്കൽ, പൂണൂൽ ദഹനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, പിന്നെ പോരട്ടെ, മിശ്രഭോജനം. അപ്പോൾ ഇതെല്ലാം നടത്തിയ ഇത്രയും സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നടത്തിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? വി.ടി. ഭട്ടതിരിപ്പാട് ആണ്. ഇനി പറയാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ഒരു നാടകത്തെക്കുറിച്ചാണ്. വളരെ പ്രശസ്തമായ ഒരു നാടകത്തെക്കുറിച്ചാണ്. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ ഈ നാടകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് എവിടാണെന്ന് ചോദിച്ചാൽ ഉണ്ണി നമ്പൂതിരിയിലാണ്. ഉണ്ണി നമ്പൂതിരി ഏതാണ് മക്കളെ? നമ്മുടെ ഏത് മാസികയായിരുന്നു അത്? മംഗളോദയത്തിന്റെ 2 മാസികകളിൽ ഒന്നായിരുന്നു ഉണ്ണി നമ്പൂതിരി. 1920 ഉണ്ണി നമ്പൂതിരിയിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ ഉണ്ണി നമ്പൂതിരി നാടകം പ്രസിദ്ധീകരിച്ചു 1920. ഇനി ആദ്യമായി ഈ നാടകം അരങ്ങേറിയത് എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ എടക്കുന്നിയിലാണ്. ഏത് മനയിലാണെന്ന് ചോദിച്ചാൽ വടക്കിനേടത്ത് മനയാണ്. 1929 നാടകം അരങ്ങേറിയത്. എവിടാണ് അരങ്ങേറിയത്? തൃശ്ശൂർ ജില്ലയിലെ എടക്കുന്നി എന്ന സ്ഥലത്ത് വടക്കിനേടത്ത് മനയിലായിരുന്നു. ഇതിൽ EMS നമ്പൂതിരിപ്പാട് ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് പറയാം. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അത് ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? 1920. ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? ഉണ്ണി നമ്പൂതിരി. ഏത് വർഷമാണ് അരങ്ങേറിയത്? 1929. എവിടെ വെച്ച്? എടക്കുന്നി, തൃശ്ശൂർ ജില്ലയിലെ എടക്കുന്നിയിൽ വെച്ച്. ഏത് മനയിൽ വെച്ചായിരുന്നു അരങ്ങേറിയത്?
വടക്കിനെടുത്ത് മന. അപ്പോൾ ഇതിൽ ഒരു ചെറിയ വേഷം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി ആരായിരുന്നു? നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ്. ഒന്നും കൂടെ പറയാം. PT ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1920 ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിലായിരുന്നു. 1929 തൃശ്ശൂർ ജില്ലയിലെ എടക്കുന്നി എന്ന സ്ഥലത്ത് വടക്കിനെടുത്ത് മനയിലാണ് ഈ നാടകം ആദ്യമായി അരങ്ങേറിയത്. ഈ നാടകത്തിൽ EMS നമ്പൂതിരിപ്പാട് ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തെക്കുറിച്ച് ഒന്നൊരു ചെറിയ നോട്ട് തയ്യാറാക്കിക്കേ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയത്തിൽ ഒന്നാണ് നമ്മളിപ്പം പഠിച്ചത്. എന്തായിരുന്നു? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. നമ്പൂതിരി സമുദായങ്ങൾക്കെതിരെയുള്ള നാടകത്രയത്തിൽ ഒന്ന് നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അപ്പോൾ ഇനി അടുത്ത രണ്ട് നാടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകവും ഋതുമതി. അപ്പോൾ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ത്രയം എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണല്ലോ. അപ്പോൾ ഒന്നാമത്തത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, രണ്ടാമത്തത് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, മൂന്നാമത്തത് ഋതുമതി. അപ്പോൾ നാടകത്രയങ്ങൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെയായിരുന്നു? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, ഋതുമതി. അപ്പോൾ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയങ്ങൾ ഏതൊക്കെയാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, ഋതുമതി. അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയത് ആരെന്ന് നമുക്കറിയാം. ആരാണ്? നമ്മളെ VT ഭട്ടതിരിപ്പാടാണ്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? MR ഭട്ടതിരിപ്പാട്. മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് കേട്ടോ പൂർണ്ണമായ നാമം. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എഴുതിയത് MR ഭട്ടതിരിപ്പാടാണ്. അതുപോലെ തന്നെ ഋതുമതി എന്ന നാടകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ MB ഭട്ടതിരിപ്പാടാണ് അല്ലേ? MB ഭട്ടതിരിപ്പാടാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നാടകത്രയങ്ങൾ എന്ന് പറയുന്ന അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, ഋതുമതി. ഇത് 3 എഴുതിയത് ആരൊക്കെയാണ്? നാടകത്രയങ്ങൾ ആദ്യത്തേതാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയതാരാണ്? VT ഭട്ടതിരിപ്പാട്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എഴുതിയതാരാണ്? MR ഭട്ടതിരിപ്പാട്. പൂർണ്ണമായ നാമം മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട്. ഇടയ്ക്കൊന്ന് നാക്ക് കുഴഞ്ഞു. മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഋതുമതിയാണ്. ഋതുമതി എഴുതിയതാരാണ്? MB ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന്റെ തൂലികാനാമം എന്താണ്? പ്രേംജി. ശ്രദ്ധിക്കുക. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയത് VT ഭട്ടതിരിപ്പാട്. അതുപോലെ തന്നെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എഴുതിയത് MR ഭട്ടതിരിപ്പാട്. മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട്. പൂർണ്ണമായ നാമം. ഇനി അടുത്തത് ഋതുമതി എഴുതിയത് ആരായിരുന്നു? MB ഭട്ടതിരിപ്പാട്. തൂലികാനാമം എന്ന് പറയുന്നത് എന്താണ്? പ്രേംജി. അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് നാടകത്രയങ്ങൾ. ഏതൊക്കെ നാടകങ്ങളാണ്, അത് എഴുതിയത് ആരൊക്കെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി കുറച്ച് മറ്റ് വസ്തുക്കൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന KPCC സമ്മേളനത്തിൽ VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത വർഷം ചോദിക്കുകയാണെങ്കിൽ 1921 അപ്പോൾ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന KPCC സമ്മേളനത്തിൽ VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത വർഷം എന്ന് ചോദിച്ചാൽ ഏതാണ്? 1921. ഒരിക്കൽ കൂടി പറയാം. 1921 ഒറ്റപ്പാലത്തെ KPCC സമ്മേളനത്തിൽ VT ഭട്ടതിരിപ്പാട് പങ്കെടുത്തത്. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന KPCC സമ്മേളനത്തിൽ VT ഭട്ടതിരിപ്പാട് പങ്കെടുത്തത്. ഇനി അടുത്തതെന്ന് പറയുന്നത് INC സമ്മേളനമാണ്. അദ്ദേഹം ആകെ ഒരേ ഒരു INC സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. അതേതെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് സമ്മേളനമായിരുന്നു. അതും 1921 അപ്പോൾ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന KPCC സമ്മേളനത്തിൽ പങ്കെടുത്തത് 1921. INC സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഒരേ ഒരു INC സമ്മേളനമാണ്, അത് ഓർത്തു വെക്കുക. അതും പങ്കെടുത്തത് ഏത് വർഷമാണ്? 1921. എവിടെ വെച്ചുള്ള സമ്മേളനത്തിലായിരുന്നു? അഹമ്മദാബാദ് സമ്മേളനം. KPCC സമ്മേളനം എവിടെ വെച്ചായിരുന്നു? ഒറ്റപ്പാലത്ത്. ഏത് വർഷമാണ്? 1921. പിന്നെ അദ്ദേഹം പങ്കെടുത്ത ഒരേ ഒരു INC സമ്മേളനമായിരുന്നു അഹമ്മദാബാദ് സമ്മേളനം. അതും 1921. ഓർത്തു വയ്ക്കുക, മറന്നു പോകരുത്. നോട്ട് ചെയ്ത് പോവുക. എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കരിങ്കല്ലായി കാണുക, മനുഷ്യനെ മനുഷ്യനായി കാണുക. ഇത് ആരുടെ വാക്കുകളാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി കാണുക, മനുഷ്യനെ മനുഷ്യനായി കാണുക. ഇത് ആരുടെ വാക്കുകളാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി കരുതുക, മനുഷ്യനെ മനുഷ്യനായി കരുതുക. ആരുടെയാണ്? VT ഭട്ടതിരിപ്പാട്. ആർക്കും മറന്നൊന്നും പോകത്തില്ല. അപ്പോൾ VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി കാണുക, മനുഷ്യനെ മനുഷ്യനായി കാണുക. ഓർത്ത് വെക്കണം കേട്ടോ, മറന്നു പോകരുത്. ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ.
പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപനായിരുന്ന വ്യക്തിയായിരുന്നു വി ടി ഭട്ടതിരിപ്പാട്. ഏത് പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപനായിരുന്നു? പാശുപതം, ഉദ്ബുദ്ധ കേരളം. അപ്പോൾ പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപനായിരുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ വി ടി ഭട്ടതിരിപ്പാട്. ഏതൊക്കെയായിരുന്നു? പാശുപതം, ഉദ്ബുദ്ധ കേരളം. ഒന്നും കൂടെ പറയാം, പാശുപതം, ഉദ്ബുദ്ധ കേരളം. പാശുപതം, ഉദ്ബുദ്ധ കേരളം. എന്നോടൊപ്പം പറയൂ, ഏതൊക്കെ പ്രസിദ്ധീകരണങ്ങളായിരുന്നു? പാശുപതം, ഉദ്ബുദ്ധ കേരളം. ഒന്നും കൂടെ, പാശുപതം, ഉദ്ബുദ്ധ കേരളം. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട ഫെല്ലോഷിപ്പ് നൽകി വി ടി ഭട്ടതിരിപ്പാടിനെ ആദരിച്ചതെന്ന് 1976. ഒന്നും കൂടെ കേൾക്കുക, കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട ഫെല്ലോഷിപ്പ് നൽകി വി ടി ഭട്ടതിരിപ്പാടിനെ ആദരിച്ച വർഷം എന്നായിരുന്നു? 1976. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട ഫെല്ലോഷിപ്പ് നൽകി വി ടി ഭട്ടതിരിപ്പാടിനെ ആദരിച്ച വർഷം എന്നാണ് മക്കളെ? 1976. പ്രഥമ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നറിയാമോ? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് പ്രഥമ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം ലഭിച്ചത്. ആദ്യത്തെ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മക്കളെ? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2011. ശ്രദ്ധിക്കുക, 2011 പ്രഥമ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. പ്രഥമ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏത് വർഷമാണ്? 2011 കേട്ടോ. പ്രഥമ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരായിരുന്നു? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏത് വർഷം? 2011. ഒന്നും കൂടെ, ആദ്യത്തെ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം ലഭിച്ച വ്യക്തി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 2011. ഒന്നും കൂടെ, ആദ്യത്തെ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 2011. വി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മക്കളെ? ശ്രീകൃഷ്ണപുരം, പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, വി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണപുരത്താണ്. ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ പാലക്കാട്. വി ടി ഭട്ടതിരിപ്പാട് കോളേജ് എവിടെയാണ്? ശ്രീകൃഷ്ണപുരം. ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഒന്നും കൂടെ, വി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്. എവിടെയാണ്? ശ്രീകൃഷ്ണപുരം. വി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മക്കളെ? ശ്രീകൃഷ്ണപുരം. ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഒരിക്കൽ കൂടി എന്നോട് ഒപ്പം പറയുക, വി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മക്കളെ? ശ്രീകൃഷ്ണപുരം. ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ണി നമ്പൂതിരിയിൽ റിപ്പോർട്ട് ചെയ്ത ആരാണ്? നിങ്ങൾ എല്ലാവരും വിചാരിക്കും വി ടി ഭട്ടതിരിപ്പാടാണെന്ന്. അല്ല, നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വിവരങ്ങൾ ഉണ്ണി നമ്പൂതിരിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് ആരെന്ന് ചോദിച്ചാൽ EMS നമ്പൂതിരിപ്പാടാണ്. ഒരു ബോക്സിലായിട്ട് എഴുതി വെക്കണം കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആരാണ് ഉണ്ണി നമ്പൂതിരിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്? EMS നമ്പൂതിരിപ്പാടാണ്. ഓർത്തോർത്ത് വെക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് ബോക്സിലാക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനം എഴുതിയതും വി ടി ഭട്ടതിരിപ്പാടാണ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ഒരു പ്രശസ്തമായ ലേഖനമാണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക ആരുടെയാണ് മക്കളെ? അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക ആരുടെയാണ് മക്കളെ? അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക ആരുടെയാണ്? വി ടി ഭട്ടതിരിപ്പാട്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക, അതെന്താണ്? ഒരു ലേഖനമാണ്. ആരുടെ ലേഖനമാണ്? വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ ലേഖനമാണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക ആരുടെ ലേഖനമാണ്? വി ടി ഭട്ടതിരിപ്പാട്. ഇനി പറയാൻ പോകുന്ന അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്നൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. സി കേശവനാണ് പറഞ്ഞത്. എന്താണ്? ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞ വ്യക്തി ആരായിരുന്നു? സി കേശവൻ. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്? ശബരിമലയ്ക്ക് തീ പിടിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്. അമ്പലങ്ങൾക്ക് തീ പിടിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? സി കേശവൻ. ഏത് സാഹചര്യത്തിലാണ്? ശബരിമല ക്ഷേത്രത്തിന് തീ പിടിച്ചപ്പോഴാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞത്. അമ്പലങ്ങൾക്ക് തീ പിടിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സി കേശവനാണ്. അതും കൂടെ ഒന്ന് ബോക്സിലൊന്ന് എഴുതിയിട്ടേക്കണേ, ചിലപ്പോൾ വന്നാലോ. അമ്പലങ്ങൾക്ക് തീ പിടിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ശ്രീ കേശവനാണ്. എവിടെ തീ പിടിച്ചപ്പോൾ? ശബരിമല ക്ഷേത്രത്തിന് തീ പിടിച്ചപ്പോഴായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞത്. നോട്ട് ചെയ്ത് വെക്കണേ. ഇനി അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചാണ്. അപ്പോൾ കുറച്ചധികം ഉണ്ട്. അത് നമുക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ സെറ്റാക്കിക്കൊണ്ട് പോവാം. ഞാൻ എല്ലാ കൃതികളും നിങ്ങളുടെ മനസ്സിൽ സെറ്റാക്കി തരും. അപ്പോൾ അടുത്ത നമുക്ക് കൃതികളിലോട്ട് പോകാം കേട്ടോ. പ്രധാന കൃതികൾ നമുക്കൊന്ന് നോക്കാം.
ചക്രവാളങ്ങൾ, വെടിവെട്ടം, കണ്ണീരും കിനാവും, രജനീരംഗം, പോംവഴി, കാലത്തിൻ്റെ സാക്ഷി, എൻ്റെ മണ്ണ്, കരിഞ്ചന്ത, പൊഴിഞ്ഞ പൂക്കൾ, ദക്ഷിണായനം, സത്യമെന്നതിവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഈ ഒരു വോയിസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. കേട്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഏതൊക്കെ കൃതികൾ ഓർമ്മ വരുന്നു എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കൃതികളും പഠിച്ചു കഴിയും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയാം. ചക്രവാളങ്ങൾ, വെടിവെട്ടം, രജനീരംഗം, പോംവഴി, കാലത്തിൻ്റെ സാക്ഷി, എൻ്റെ മണ്ണ്, കരിഞ്ചന്ത, പൊഴിഞ്ഞ പൂക്കൾ, ദക്ഷിണായനം, സത്യമെന്നതിവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കണ്ണീരും കിനാവും. ഇനി ഇതിലെ 2-3 കൃതികളൊന്ന് എടുത്തു പറയേണ്ടുന്ന കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അത് എഴുതിയത് എന്നാന്ന് ചോദിച്ചാൽ 1970. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? കണ്ണീരും കിനാവും. ആദ്യ കഥാസമാഹാരം എന്ന് ചോദിച്ചാൽ രജനീരംഗം. ഇനി താഴെ കൊടുത്തേക്കുന്ന വെച്ച് ലൈൻ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിച്ചു. വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന് ആ ഘോരാന്ധകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു. വി.ടിയുടെ ഈ വരികൾ അടങ്ങിയ കൃതിയാണ് കണ്ണീരും കിനാവും. അപ്പോൾ ആ വരികളെല്ലാം ഒന്ന് ഓർത്തു നോക്കുക. ആത്മകഥ ഏതാണ്? കണ്ണീരും കിനാവും. ആദ്യ കഥാസമാഹാരം എന്ന് ചോദിച്ചാൽ രജനീരംഗം. എല്ലാവരും ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്ക്. ഇച്ചിരി ടഫാണ്, എന്നാൽ ഇത് ഓർത്തിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം, അല്ലാതെ നമുക്ക് ചോദിക്കാം കേട്ടോ. ബാക്കിയുള്ള നോട്ട്സ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് തരുന്നതായിരിക്കും.